ലേഡീസ് അവറിൻ്റെ ഫെങ് ഷുയി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെങ് ഷുയിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ഷാജി കെ നായർ. സ്വാഗതം സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അടുക്കളയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ അഴികളിട്ട അടുക്കളയെ പറ്റിയിട്ട് ലോഹ സാന്നിധ്യം അടുക്കളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമായിരുന്നു. അടുക്കളയിൽ നമുക്ക് സാധാരണ അടുക്കളയോട് ചേർന്ന് വരുന്ന വർക്ക് ഏരിയയിലൊക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാറ് ലോക ഇത് വരുന്നത്. കാരണം ഇപ്പം പല വീടുകളിലും നമ്മൾ വിറകൊക്കെ ഉപയോഗിക്കുന്ന പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയുന്ന ആ അടുപ്പൊക്കെ വയ്ക്കുന്നത് വർക്ക് ഏരിയക്കകത്താണ്. കിച്ചണിനകത്ത് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഇലക്ട്രിക് ചിമ്മിനിയും കാര്യങ്ങളും വെച്ചിട്ട് ഓവൻ പോലുള്ള കുക്കറിങ് റേഞ്ചൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഈ അഴികൾ ഉള്ള ഭാഗം നോർത്ത് ഈസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിലുള്ള കിച്ചണിനോ ഇതാവാം, ഈ പറയുന്ന സൗത്ത് ഈസ്റ്റിലുള്ള കിച്ചണിലോ ആവാം. കാരണം ലോകം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫയറുമായിട്ട് കണക്റ്റഡാണ് അല്ലയോ. ഈ ലോകം ഈ ഫയർ ഉണ്ടെങ്കിൽ അതിനെ ഉരുക്കാൻ പറ്റത്തുള്ളൂ, തീ ഉണ്ടെങ്കിൽ ലോകത്തിന് ഉരുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് രണ്ടും കൂടെ എപ്പോഴും കണക്റ്റഡാണ്. അതുകൊണ്ട് ലോകം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഓപ്പൺ കിച്ചണിൽ വരുന്ന സമയത്ത് നമുക്ക് ഏത് പോയിന്റിലാണോ ലോകം വരുന്നത്, ഇപ്പം നോർത്ത് ഭാഗത്താണ് കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ലോകം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല എങ്കിലും ഒരു പരിധി വരെ, ഒരു 50% വരെ അത് നമ്മുടെ തൊഴിലിനെ ബാധിക്കാം. വീട്ടിലുള്ള ആൾക്കാരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ബാധിക്കാം. അത് തൊഴിലിനെ കുറിച്ച് പറഞ്ഞു തരുന്ന എപ്പിസോഡ് വരുന്നുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് നെഗറ്റീവ് എഫക്റ്റ് തൊഴിൽ നഷ്ടപ്പെട്ട് അടുക്കളയിൽ പാചകം ചെയ്യാൻ വല്ലതും വരണമെങ്കിൽ തൊഴിൽ ചെയ്താലല്ലേ വരത്തുള്ളൂ. അപ്പോൾ അതേപോലെ തൊഴിൽ ഒരു വീട്ടിൽ പല ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കുന്നു, സാറേ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, പൈസ വരാനുള്ള വല്ല വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു വഴിയുണ്ട്, ജോലിക്ക് പോകണമെന്ന് പറയും. കാരണം ഒരിക്കലും ഒരു ജ്യോതിഷമാണെങ്കിലും ഒരു ഏലസ് ആണെങ്കിലും ഒരു ഫെങ് ഷുയി ആണെങ്കിലും ആർക്കും ഒരു വീട്ടിലും പൈസ കൊണ്ടുവരാൻ പറ്റില്ല. പൈസയ്ക്ക് എവിടെയെങ്കിലും പറ്റും? ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് വീട്ടിലുള്ള ആൾക്കാർ ഇറങ്ങി ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ ഇൻകം വരുള്ളൂ അല്ലയോ. ആ ഇൻകം വരണമെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യുവാൻ പോകാനുള്ളൊരു മനസ്സുണ്ടാവണം, നല്ലൊരു ആരോഗ്യം ഉണ്ടാവണം. ആ ആരോഗ്യ മനസ്സുമാണ് നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ ഒരു ജ്യോതിഷത്തിനോ ഒരു ഫെങ് ഷുയിക്കോ ഒന്നിനും ഒരു പൂജയ്ക്കോ വീട്ടിൽ കാശ് കൊണ്ടുവരാനുള്ള ഒരു വഴിയില്ല. അത് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട്. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം ഞാൻ പലപ്പോഴും ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചുള്ളതാണ്. പല ആൾക്കാർ ഇപ്പം തന്നെ പല എപ്പിസോഡും കാണുമ്പോൾ ആൾക്കാർ പലരും വിളിക്കാറുണ്ട്. ഈ ഇടയ്ക്കൊരു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഞാനൊരു പുതിയ ലോട്ടറി എടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് എന്നോട് ചോദിച്ച ചോദ്യം. തമാശയിലായിരിക്കാം, എൻ്റെ കളിയാക്കാനായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ടെൻഡൻസിയൊക്കെ കുറേ ആൾക്കാർക്ക് അത് നെഗറ്റീവായിട്ട്, കാരണം അടിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു എളുപ്പ വഴികളിലൂടെ. അതാണ്, അങ്ങനെ അല്ല നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ അധ്വാനിച്ചാലേ കാശ് കിട്ടുള്ളൂ. അധ്വാനിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അത് ഏതാണെന്ന് സെലക്ട് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാകത്തില്ല അല്ലേ. അത് ഞാൻ കഷ്ടപ്പെട്ട എനിക്ക് എന്ത് ജോലി കിട്ടാനാ, പല ആൾക്കാരും ചിന്തിക്കുന്നതാണ്. അപ്പം അത് നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടാണത്. അതിനെ മാറ്റി പോസിറ്റീവ് ആക്കുവാൻ ഫെങ് ഷുയിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ പൂജകൾക്ക് കഴിവുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ നെഗറ്റീവ് തോട്ട് മാറ്റി ഞാൻ ഇറങ്ങിയാൽ സക്സസ് ആവും, അല്ലെ എനിക്ക് ഇറങ്ങിയാൽ എനിക്കിത് ഫലിക്കും, അല്ലെ എനിക്കിന്നത് കിട്ടും, എനിക്ക് ആ ജോലി കിട്ടിയാൽ ഇത്ര രൂപ എനിക്ക് സാലറി കിട്ടും, അതിനുള്ളൊരു ഫോക്കസ് നമ്മുടെ ഉള്ളിലുണ്ടായാൽ, പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് കുന്നോളം മോഹിച്ചാൽ കൂനിയോളം കിട്ടുമെന്ന് പറയാറുണ്ട് അല്ലയോ. അതേപോലെ നമ്മുടെ ഫോക്കസാണ് നമ്മളെ എത്തിക്കുന്നത്. ആ ഫോക്കസിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഫെങ് ഷുയിയും ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ. അതിന് നമ്മുടെ നല്ലൊരു മനസ്സ് വേണം, നല്ലൊരു ആരോഗ്യമുള്ള ശരീരവും വേണം. അത് രണ്ട് ഫെങ് ഷുയിലും കിട്ടും, പൂജയിലും കിട്ടും. അതാണ് ഇതിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സാർ നമ്മൾ അടുപ്പിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം മൈക്രോവേവ് ഓവൻ ആണെങ്കിൽ അവനും സെയിം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വയ്ക്കുന്നതിലും ഉണ്ട്, പൊസിഷനുണ്ട്. കാരണം ഓവനെന്ന് പറയുമ്പോൾ അഗ്നിയിലാണ് വരുന്നത്. ഇപ്പം നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുന്നതായിരിക്കും കുറച്ച് പവർ ബെറ്റർ. അതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് വയ്ക്കേണ്ട പോയിന്റ് അത് ജലമാണ് വരുന്നത്. അതും ഈ പറയുന്ന പോയിന്റുകളിൽ വയ്ക്കാം. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് സൗത്ത് ഈസ്റ്റ് കോർണറിലോ അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തോ നമുക്ക് ഓവനോ ഒക്കെ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ പൊസിഷനിലും അടുപ്പ് വയ്ക്കുന്നതിനൊക്കെ ഓരോ ഫലങ്ങളുണ്ട്. നോർത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാർത്ഥി, ഇങ്ങനെയൊക്കെ കുറേ ഫലങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കി, അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ്, അത് നോക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് അതിനകത്തുണ്ടാവും. പിന്നെ കിച്ചണിനടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പല വീടുകളിലെ കിച്ചൻ്റെ തൊട്ടടുത്ത് നേരെ അടുത്ത ഡോർ സ്റ്റോർ റൂമിന് പകരം ടോയ്ലറ്റാണ് പല വീടുകളിലും. ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് റൂമിൻ്റെ അതേപോലെ തന്നെ കിച്ചണിൽ നിന്ന് നോക്കിയാൽ കാണത്തക്ക രീതിയിലുള്ള ടോയ്ലറ്റിൻ്റെ ഡോറുകൾ പാടില്ല. എന്താണെന്ന് കാരണം എപ്പോഴും ടോയ്ലറ്റിനകത്ത് നെഗറ്റീവ് എഫക്റ്റ്, നെഗറ്റീവ് എനർജിയെ ടോയ്ലറ്റിനകത്ത് ഉള്ളൂ. അത് കുറച്ച് നേരം ഓപ്പൺ ചെയ്തിടുമ്പോൾ അതിൽ നിന്ന് നെഗറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും, അല്ലയോ? അത് നമ്മുടെ കിച്ചണിനകത്ത് അത് ബാധിക്കും. അതേപോലെ തന്നെ കിച്ചൻ്റെ മുകളിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലും പ്രോബ്ലമാണ്. ഈ കാട്ടുകടന്നലിൻ്റെ കൂടൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ വലിയ വലിയ ടവറിലൊക്കെ ഇരിക്കുന്ന അതേപോലെ അതൊന്ന് ഇളകി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? താഴോട്ട് സ്പ്രെഡ് ചെയ്യും, അല്ലേ? അതേപോലെയാണ് ഈ എനർജി ലെവൽ. ഈ എനർജി ലെവൽ ഈ കിച്ചൻ്റെ മുകളിൽ ടോയ്ലറ്റ് ആണെങ്കിൽ ആ ഒരു ഷേപ്പിലാണ് ആ എനർജി അവിടെ നിൽക്കുന്നത്, താഴോട്ട് അത് സ്പ്രെഡ് ചെയ്യും. മനസ്സിലാവുന്നേ? അപ്പോൾ അത് കഴിക്കുന്ന ഫുഡിലും ഒക്കെ നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടാവും. കാരണം അവിടുന്ന് നമുക്ക് എന്താ അറിയാം, അസുഖങ്ങളുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ കിച്ചൺ ഒരു മെഡിക്കൽ സ്റ്റോറാണ്. ഫ്രിഡ്ജ് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സാധനം. ഒരിക്കലും കിച്ചണിൽ മെഡിക്കൽ ഐറ്റങ്ങളോ കാര്യങ്ങളോ വയ്ക്കാൻ പാടില്ല എന്ന് പറയും. മെഡിസിൻസൊക്കെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ. അത് ബെഡ്റൂമിൽ വയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? ബെഡ്റൂമിൽ കൊണ്ട് വെച്ചാൽ അവിടെ നിന്ന് ആവശ്യത്തിനടുത്ത്. ഇത് മറ്റേ എന്താ പറയുക, ഈ ടിന്നിൽ വയ്ക്കുന്നിട്ട് ഫുഡുകളൊക്കെ കൂടെ ഇങ്ങനെ നിരത്തി വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് കുറേ സിറപ്പ്, കുറേ ടാബ്ലറ്റ്സ് നിരത്തി വെച്ചേക്കും. ഇതെടുത്ത് നോക്കുമ്പോൾ കാണാൻ അതിനകത്ത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് വർഷങ്ങളായിട്ടുള്ള ഐറ്റങ്ങളായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കത്തില്ല അവർ. അതവിടെ ഇരുന്ന് എന്ത് പ്രോബ്ലം? പക്ഷേ ഇതിൽ നിന്നൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പറഞ്ഞു ടോയ്ലറ്റ് ഇതുപോലെ കിച്ചണിൻ്റെ അടുത്ത് സെറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഓൾറെഡി അങ്ങനെയുള്ള കിച്ചണിൽ ഇനിയിപ്പം എന്ത് മാറ്റം വരുത്തിയാൽ നമുക്ക് ഈ ടോയ്ലറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡൈനിങ് റൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ കിച്ചണിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഡോർ ചേഞ്ച് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും ആക്കുക. അതാണ് ഏറ്റവും ഡോർ മാറ്റുക ഏറ്റവും നല്ല റെമഡി അതാണ്. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞില്ല കട്ടിയുള്ളൊരു കർട്ടനോ അല്ലെങ്കിൽ ആ ഡോറിനും കിച്ചനും ഇടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ഭിത്തി കെട്ടുക. ഇപ്പോഴത്തേക്ക് ഓപ്പൺ കിച്ചൺ കണ്ടിട്ടില്ലേ, ഒരു ഹാഫ് ഭിത്തി മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും കുറേ നല്ലൊരു നേട്ടം അതിനകത്തുണ്ടാവും. അപ്പം ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാവണമെങ്കിൽ വീടിൻ്റെ വേറെ ഒരു ഭാഗവും നമ്മൾ നോക്കണ്ട. ഡയറക്റ്റ് കിച്ചണിൽ കയറി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അടുക്കള എങ്ങനെയുണ്ട്. ഈ വീട്ടിൽ ഇന്ന ആൾക്കാർക്ക് ഇന്ന പ്രോബ്ലം ഉണ്ടാവാം. നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ കിച്ചൺ കയറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും എന്ത് അസുഖം വരേണ്ടെന്ന് പറയാൻ പറ്റും. അതാണ് കിച്ചണിൽ. ഈ നമ്മുടെ സാധാരണ വീട്ടിലെല്ലാം പെറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ പൂച്ചയൊക്കെ ഉണ്ടല്ലോ, പല വീട്ടിനെയും പഴയ വീടിനെയൊക്കെ മറ്റേ ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അടുപ്പ് വയ്ക്കുന്നതിൻ്റെ അടിയിൽ വിറകിടാനുള്ള സ്പേസൊക്കെ ഉണ്ടാവും. അതിനകത്തൊക്കെയാണ് പ്രസവിച്ച് കിടക്കുന്നതാണ്. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതൊക്കെ വല്ലാത്തൊരു നെഗറ്റീവ് എഫക്റ്റാണ്. ആ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് ഇറങ്ങുമ്പോൾ സാറ് ചായ വെള്ളം ഞാൻ അവിടെ നിന്ന് കഴിക്കാറില്ല. നമുക്ക് തന്നെ തോന്നുന്നു അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തു നിന്നുള്ള രോമമൊക്കെ നമ്മുടെ ഉള്ളിൽ പോയി അതിനേക്കാളും നമ്മൾ അനുഭവിക്കും. അത് അങ്ങനെ പോയി കഴിയാൻ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും. നമുക്കതിനകത്ത് സ്റ്റൗ സെറ്റ് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു, സിങ്ക് സെറ്റ് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു. എപ്പോഴും പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ ഗ്രഹനാഥയ്ക്ക് വീട്ടിലുള്ള ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കിച്ചനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ആ ഒരു വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്ന ഗ്രഹനാഥയാണ്. ആ പുറത്ത് ജോലിക്ക് പോയിട്ട് വന്ന് അപ്പം പുറത്തുനിന്ന് പല ടെൻഷനിലോട് കൂടി വീട്ടിൽ വന്ന് കയറുന്ന ഭർത്താവിന് ഭാര്യയുടെ ഒരു ചിരി മാത്രം മതി അദ്ദേഹത്തിൻ്റെ ഐസ് പോലെ അലിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവം അതാണ്. കൗൺസിലിങ്ങിലൊക്കെ ഞങ്ങളത് പറയാറുണ്ട്. അപ്പം പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ടെൻഷൻ കിച്ചണിലൊക്കെ നിന്ന് ഈ നെഗറ്റീവ് എനർജിയെ കൊണ്ട് ഭാര്യ അങ്ങ് BP ഒക്കെ കൂടി അങ്ങ് തിളച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഭർത്താവ് മറ്റേ എന്താ പറയുക സുപ്പീരിയർ ഓഫീസറുടെ ഷൗട്ടിംഗ് ഒക്കെ കേട്ട് തളർന്ന അവശനായി വന്നത്. ഇവിടെ വരുമ്പോൾ ഭാര്യയും കൂടെ തുടങ്ങുമ്പോൾ സൂപ്പർ അടി കിടക്കൂടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് എപ്പോഴും ഗ്രഹനാഥ വീട്ടിൽ നല്ല പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയൊക്കെ നിൽക്കണമെങ്കിൽ ആ വീടിനകത്തുള്ള എനർജി കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. കിച്ചണിനകത്തൊക്കെ കയറി നിന്ന് മറ്റെന്താ പറയുക ഒരു ഇടുങ്ങിയ കിച്ചണിനകത്തൊക്കെ കയറി നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓരോ ഭാഗങ്ങളായിട്ട് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട് ക്ഷേത്രമാക്കി മാറ്റാം, അല്ലെങ്കിൽ വീട് സ്വർഗമാക്കി മാറ്റാം. കിച്ചണിനകത്ത് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി പാത്രങ്ങൾ സെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞില്ല. കിച്ചണിൽ എപ്പോഴും പാത്രങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ കിച്ചണിൻ്റെ വെസ്റ്റിലാണ് നല്ലത്. വെസ്റ്റ് അപ്പോൾ കിച്ചൺ ഇപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ
ഭിത്തിയിൽ വെസ്റ്റ് ഭാഗത്തുള്ള ഭിത്തി, പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭിത്തിയിലാണ് പാത്രങ്ങളുടെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ അവിടെ വെച്ച് കാണും, ബാക്കിയൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കാരണം ലോഹമാണ് അവിടുത്തെ ധാതു. പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. ഞാനത് വിശദമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ വന്ന് കറക്റ്റ് ചെയ്ത് തരാം. നമസ്കാരം. ലേഡീസ് അവറിൻ്റെ ഫെങ് ഷൂയി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം.